നമ്മളിപ്പോഴും ലെമൺ മെഡോസ് തന്നെയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് കൊളിയസിൻ്റെ ഒരു 100 വെറൈറ്റികൾ നമ്മളിവിടെ കണ്ടത്. ഇതിൽ ഓരോന്നും വളരെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ പോലും അറിയുന്നത്. ഇതിനെയാണ് നമ്മൾ കണ്ണാടി ചെടി അല്ലെങ്കിൽ തിരുഹൃദയ ചെടി എന്നൊക്കെ നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റികളെയും നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. അതുകൊണ്ടാണ് തിരുഹൃദയ ചെടി. അത് കഴിഞ്ഞ് നമ്മുടെ ഏരിയ വിട്ട് കഴിഞ്ഞപ്പോൾ കണ്ണാടി ചെടിയായി. ഒഫീഷ്യൽ മേലെ കൊളിയസ്. പൂ വന്നു കഴിഞ്ഞാലോ ചെടി മുരടിക്കും. ചെടി മുരടിച്ചു പോകും. ചെടി അത് പ്രായപൂർത്തിയാവും ആ കമ്പ്. അപ്പം തുള്ളി കളയുമ്പോൾ നമുക്ക് പുതിയ സ്റ്റമ്പുകൾ സൈഡിൽ നിന്നുണ്ടാവും. പുതിയ ഈ ഒരു ഹൈറ്റിൽ ഇത് നിർത്തണം, റൗണ്ട് ആക്കി നിർത്തണം. പൂക്കളെല്ലാം തുള്ളി കളയണ്ട. അതിന്റെ ആ സ്റ്റമ്പ് ഇത്ര ഇവിടെ വെച്ച് ഇങ്ങനെ കളയണം. അപ്പൊ അവിടെ ഇതാണ് ഉണ്ടാകുന്ന മെയിൻ അസുഖം. ഇതുണ്ടോ ഒരു തരം പുഴുക്ക വന്ന് കൂടുന്നുണ്ടോ? ഇതുണ്ടോ? അത് ഉള്ളി കളഞ്ഞാൽ മതി. തൈകൾ കിട്ടും കേട്ടോ. ഒരു കമ്പിന് 10 രൂപ. ഒരു കമ്പിന് 10 രൂപ വെച്ച്. ചേട്ടൻ്റെ ഒരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത സാധനമാണ്. പിങ്ക്, ഒരു ബ്രൗൺ, പിന്നെ അതുപോലെ ഗ്രീൻ, 3 കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ ഒരു മെറൂണും ഗ്രീനും കളറ്. ഇത് മെറൂൺ ആണോ? ഒരു വയലറ്റ് കളറിനൊരു അങ്ങനത്തെ ഒരു കളറ്. ഇതിലൂടെ ചെറിയ ലൈൻസ് ഉള്ള ഗ്രീനും മെറൂണും കളറിൽ. ഇനി ഇതുണ്ട്. ഇതിൽ ഇച്ചിരൂടെ വലിയ സ്ട്രൈപ്സ് ആണ് കേട്ടോ, അരികളും ഒക്കെ ആയിട്ട്. ഇത് വേറെ ഒരു ഇനമാണ് കേട്ടോ. ഇതിൽ പിങ്ക് കളറും ഗ്രീനും മെറൂണും കൂടെ വരുന്നുണ്ട്. 3 കളേഴ്സ് വരുന്നുണ്ട്. ഇത് വെയിലിൻ്റെ അനുസരിച്ചാണ് ഇതിൻ്റെ ഇലകളുടെ ആ ഒരു കളർ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഗ്രീനും മെറൂണും. ഇതിങ്ങനെ കുറച്ച് ഡോട്ട്സ് ഒക്കെ പോലെ വരുന്നു. സെൻട്രലായിട്ട് തിക്കായിട്ട് മെറൂൺ ലൈൻ വരുന്നത്. ഇതും വേറൊരു ഇനമാണ്. ഇതിൻ്റെ അടുത്ത് വെച്ച് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ഇത് കണ്ടിട്ടില്ലാത്തൊരു ഇനം കേട്ടോ. ലൈറ്റ് ഗ്രീനും ഇത് മൊത്തത്തിൽ അതിലും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇത് തണലത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഒരു ലൈറ്റ് കളർ വന്നത്. പിന്നെ കുറച്ച് ഉച്ചയ്ക്കോട് ശേഷമാണ് കുറച്ചും കൂടി ഈ ഒരു ഏരിയയിൽ വെയിൽ കിട്ടുന്നത്. കുഞ്ഞ് ഇലകളുമാണ്. അതുപോലെ പിരിപിരാന്ന് അത്രയും ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഈ ഇലയുടെ പുറത്തൂടെ എല്ലാം സൈഡിൽ ചെറിയ തിന്നായിട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്, ഗ്രീൻ ലൈൻ. മറുവശവും ഇങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ തുമ്പുകളിൽ കൂടി എല്ലാം ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ മാത്രം ഒരു പിങ്ക് കളറ്, പിന്നെ സൈഡിൽ കൂടെ എല്ലാം ഒരു ഗ്രീൻ്റെയും മെറൂണിൻ്റെയും കൂടെ ഒരു ഷെയ്ഡ് വരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് പോലെ നമ്മൾ നേരത്തെ അവിടെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് സെൻറ്ററിൽ മാത്രം ഒരു പിങ്ക് കളറ്, പിന്നെ ഗ്രീൻ, യെല്ലോ, ഗ്രീൻ. ഇതിൻ്റെ തുമ്പുകൾ എല്ലാം ഗ്രീന്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലകൾ തായ്ലൻഡ് വെറൈറ്റി ആണോ? ഓ, ചെറിയ പ്രാണികൾ മറ്റേ വെള്ളീച്ചയാണോ ഇതിനെ തുളയ്ക്കുന്നത്? അല്ല, ഇതുണ്ട് ഓട്ടകൾ നല്ല രസമുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു ചെറിയൊരു മുള്ളു പോലെയുണ്ട് ചെറുതായിട്ട്.
ഇത് വെറൈറ്റി, ഇത് ഭയങ്കര വെറൈറ്റി. നുള്ളിക്കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ശകലം എന്തെങ്കിലും പേപ്പറിൻ്റെ കൂട്ടി എന്തെങ്കിലും അടിച്ചാൽ മതി, ഒരു കീടനാശിനി എന്തെങ്കിലും. ഇല ഇങ്ങനെ ചുരുട്ടി ഒരു അസുഖം ചുരുട്ടിക്കളയും, ഇല ചുരുട്ടിക്കളയും. അങ്ങനെ എടുക്കുക. ഒത്തിരി വെറൈറ്റി ആയി. ഇതിന് നല്ല വെയിലത്തൊക്കെ മഞ്ഞ ഷെയ്ഡ്, അതിന്റെ മിനിയേച്ചർ എന്ന് പറയും ഇതിന്റെ. അതേ സാധനത്തിന് തന്നെ ചെറുതായിട്ടുണ്ട്. പല ഷെയ്ഡ്, ആ ഒരൊറ്റ കോമ്പിനേഷനിൽ പല കളറാണ്. ഇതും അതിനകത്ത് പെടുന്ന കണ്ടോ, ഈ കളറുണ്ട്. ഈ ഇല നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ബാബുച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പൂവരണ്ടി പള്ളി വരെ ഒന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ പള്ളി മുറ്റത്തും കുറച്ച് അധികം കണ്ണാടി ചെടികളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല വെയിലുള്ളടത്ത് നിന്നിരിക്കുന്നതുകൊണ്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇവിടെയുള്ള ചെടികളെ പരിപാലിക്കുന്നതും ബാബുച്ചേട്ടൻ തന്നെയാണ്.
മഞ്ഞ കളർ ഇലയുള്ള നന്ദ്യാർവട്ടം. ഇപ്പൊ കുറച്ചൊക്കെ ഫെമിലിയർ ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ നല്ല ഷേപ്പിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. പൂ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നന്ദ്യാർവട്ടത്തിന്റെ അതേ പൂക്കള്. ഓ, ഇതിന്റെ ഇടയ്ക്കൂടെ വേറെ ഒരു കളറും കൂടെ വരുന്നുണ്ട്. ആ, യെല്ലോ മാത്രമല്ല ഏട്ടാ, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ ഈ പള്ളിമുറ്റത്ത് നിൽക്കുന്ന കണ്ണാടി ചെടികളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. വലിയ പരിചരണമൊന്നും ആവശ്യമില്ലെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ ഇത് നല്ല മനോഹരമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. നമ്മൾക്ക് അറിയില്ലാത്ത കുറച്ച് വെറൈറ്റീസിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഏരിയയും കൂടെ ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഓൺലൈൻ സെയിൽ ഇല്ല, എങ്കിലും ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകും. ഇവിടെ വരുന്നവർക്ക് ലെമൺ മെഡോസ് കാണാൻ വരുന്നവർക്ക് ഒരു തണ്ടിന് 10 രൂപ വെച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ഒക്കെ വിപുലപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടേക്ക് വരാവുന്നതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ട് നിങ്ങൾ തന്നെ ബോധ്യപ്പെട്ട് എടുക്കാവുന്നതാണ്. ഇത്രയും അധികം ഒരു കളക്ഷന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. എത്ര തേങ്ങ പൊതിച്ച് കിട്ടും ഒരു ദിവസം? അപ്പൊ ഇതാണ് പൊതിക്കുന്ന ആള്. അത് അലമ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് ഈ പല്ല് കടിപ്പ്